ഈ ദൗത്യത്തിലേക്ക് എന്തായാലും കയറാൻ പറ്റില്ലല്ലോ, അങ്ങോട്ടേക്ക് പോകാൻ പെർമിഷൻ ഇല്ല. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിവിടെ കാത്തിരിക്കുന്നത്. ഞങ്ങളൊരു പൈലറ്റ് ടീം നേരത്തെ തുടങ്ങിയ ഈ അപകടം ഉണ്ടായതിന് പിറ്റേ ദിവസം തന്നെ എത്തുകയും അതിനുശേഷം ഇവിടെ അനുമതി ഇല്ല എന്നതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയും അനുമതി കിട്ടിയ ഉടനെ ഞങ്ങൾ വലിയൊരു സംഘം ഇവിടേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ പ്രതികൂലമായ കാലാവസ്ഥ, അതുപോലെ ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം അത്തരം അനുമതി നിഷേധിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ സൈന്യം, അതേപോലെ NDRF-ഉം SDRF-ഉം ഒക്കെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വളരെ ശക്തമായ ഒരു തെരച്ചിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അർജുനും അതേപോലെ ഒരു ഇവിടെ പെട്ടിക്കട നടത്തിയിരുന്ന ആള്, ഒരു തമിഴനായിട്ടുള്ള ഒരു തൊഴിലാളി, ഇവരൊക്കെ ഈ 3 പേരെയാണ് ഇനി കിട്ടാനുള്ളത് എന്നാണ് അറിയുന്നത്. ഇവരൊക്കെ കിട്ടുക എന്നത് വലിയൊരു ആവശ്യം തന്നെയാണ്. നമ്മുടെ ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അതോടൊപ്പം ഈ പരിസരത്ത് നിന്ന് വീടുകളൊക്കെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് കുറച്ച് അവരുടെ എല്ലാം മുടുതുണിക്കും മറുതുണി ഇല്ലാതെയാണ് അവർ ഓടി രക്ഷപ്പെട്ടത്. അവർക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കർണാടകയിലെ HRS എന്ന് പറയുന്ന ഒരു NGO ഉണ്ട്. അവരുമായി സഹകരിച്ചുകൊണ്ട് അവർക്ക് കുറച്ച് ആവശ്യമായ സാധനങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത്തരം ഒരു പരിപാടി ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ അത്തരം ഒരു ഇതിലാണ് വ്യാപൃതരാൻ പോകുന്നത്. അതോടൊപ്പം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ മൺകൂനക്കടിയിലോ അല്ലെങ്കിൽ ആ റോഡിന് താഴെയുള്ള വെള്ളത്തിന്റെ ഭാഗങ്ങളിലോ ഒക്കെയാണ് ഇനിയും ഉണ്ടാവാൻ സാധ്യത എന്നാണ് IRB സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു വെക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കേരള സംസ്ഥാനത്തും പുറത്തുമൊക്കെ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ വ്യാപൃതമായിട്ടുള്ള നേപ്പാളിലും ആസാമിലും അതേപോലെ ഭൂകമ്പമുണ്ടായ നമ്മുടെ കേരളത്തിലെ കവളപ്പാറയിലും വെട്ടിമുടിയിലും ഒക്കെ സേവനം ചെയ്തിട്ടുള്ള ആളുകളാണ്, ഒരു ടീമാണ് ഇവിടെ ഉള്ളത്. അത്തരത്തിലുള്ള ആളുകളുടെ അനുമാനം വെച്ചുകൊണ്ട് ആ റോഡിന് തൊട്ട് താഴെ ഇനിയും മണ്ണെടുക്കാൻ കഴിയാത്ത, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ 65 അടി 60-70 അടിയൊക്കെ താഴ്ചയിലുള്ള അവർ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള യന്ത്രസാമഗ്രികൾ എത്തിയാലാണ് അത്തരം ഒരു ദൌത്യം വിജയകരമാവുക. അതോടൊപ്പം ഈ മൺകൂനക്കടിയിൽ ഇത്തരം കണ്ടെയ്നറോ അല്ലെങ്കിൽ ആളുകളോ ഉണ്ടോ എന്നത് തെരച്ചിൽ നടത്തുക എന്നത് ഏറെ ദുഷ്കരമാണ്. നമ്മളിവിടെ വന്നപ്പോഴാണ് നമ്മൾ കേരളത്തിൽ നിന്ന് പറയുന്നതിന് വ്യത്യസ്തമായി അതിനേക്കാൾ വളരെ ഭീകരമാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത്തരം തെരച്ചിലുകളാണ് നടത്തേണ്ടത്. അതിന് യന്ത്രസാമഗ്രികൾ എത്തിയേ മതിയാകൂ. ഇത്തരം ആളുകൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്നതാണ് ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലായത്. സാധ്യമായ തരത്തിലുള്ള ഏത് രക്ഷാപ്രവർത്തനത്തിലും സന്നദ്ധരായിക്കൊണ്ട് എല്ലാവിധ സംവിധാനങ്ങളും കൂടിയാണ് ഞങ്ങൾ ആംബുലൻസും മറ്റേ നിർവഹിക്കാനുള്ള യന്ത്രോപകരണങ്ങളും ഒക്കെ കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആ സാധ്യതകളൊക്കെ വെച്ചുകൊണ്ട് മാനുവലായി നമുക്ക് ചെയ്യാൻ മാനുവലായി ചെയ്യാൻ കഴിയുന്ന ഇത്തരം ഉപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നാൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. തിരിച്ചു പോകുന്നത് തീരുമാനമായിട്ടില്ല.